ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ PCC, പെർമിറ്റ് എന്നീ കടമ്പകളാണ് ചിലരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഇത്തരം നൂലാമാലകളിലൊന്നും പെടാതെ ഞങ്ങൾ ഒരു ലക്ഷദ്വീപ് യാത്ര പോയി. ഞാനും എൻ്റെ ഒരു സുഹൃത്തായ ബിനോജും കൂടിയാണ് വളരെ പെട്ടെന്ന് ഈ യാത്ര പ്ലാൻ ചെയ്തത്. ലക്ഷദ്വീപ് ടൂറിസം മിനിസ്ട്രിക്ക് കീഴിൽ വരുന്ന സ്പോർട്സ് ഡിവിഷനാണ് ഈ യാത്ര ഒരുക്കുന്നത്. സമുദ്രം പാക്കേജ് എന്നാണ് ഇതറിയപ്പെടുന്നത്. സാധാരണയായി MV കവരത്തി എന്ന കപ്പലിലാണ് ഈ യാത്ര സംഘടിപ്പിക്കാറുള്ളത്. ഈ കപ്പൽ മെയിൻ്റനൻസിനായി പിടിച്ചിട്ടിരിക്കുന്നതിനാൽ MV കോറൽസ് എന്ന കപ്പലിലാണ് ഇപ്രാവശ്യത്തെ സമുദ്രം പാക്കേജ് നടത്തുന്നത്. MV കോറൽസ് ഒരു സാധാരണ യാത്രാ കപ്പലാണ്. സമുദ്രം ട്രിപ്പിൽ എക്കണോമി പാക്കേജായ ബങ്ക് ക്ലാസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത. ഇവിടുന്ന് കപ്പൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5:30 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും MV കവരത്തിയുടെ കപ്പാസിറ്റി 900 യാത്രക്കാരാണ്. എന്നാൽ MV കോറൽസിൻ്റേത് 400 മാത്രം. MV കോറൽസിൽ 10 ഫസ്റ്റ് ക്ലാസും 40 സെക്കൻഡ് ക്ലാസും 350 ബങ്ക് ക്ലാസുമാണുള്ളത്. 250 ടൺ കാർഗോയും കൊണ്ടുപോകാനാകും. 7 ഡെക്കുകളാണ് ഈ യാത്രാ കപ്പലിന് ഉള്ളത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്യാബിനിൽ 2 പേരാണ് ഉണ്ടാവുക. സെക്കൻഡ് ക്ലാസ്സിൽ ഇത് 4 പേരും. ബങ്ക് ക്ലാസ് എന്നത് നമ്മുടെ ട്രെയിനിലെ റിസർവേഷൻ ബർത്തുകൾക്ക് സമമാണ്. ബങ്ക് ക്ലാസ്സിന് ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ കോമൺ ആയിരിക്കും. ബജറ്റ് ട്രിപ്പാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ബങ്ക് ക്ലാസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. സാമ്പത്തികം പ്രശ്നമല്ലെങ്കിലും സ്വകാര്യത ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ആയിരിക്കും ഏറ്റവും ഉചിതം. ഓൺലൈനായി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം അവർ നോക്കിക്കൊള്ളും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഏതാണ്ട് 2 മണിയോടെയാണ് ഞങ്ങൾ വാർഫിലെത്തിയത്. അപ്പോഴേക്കും കുറേയേറെ ടൂറിസ്റ്റുകളും യാത്രക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് എടുക്കുന്നതിനായി ഞങ്ങൾ കെട്ടിടത്തിന്റെ 1ാം നിലയിലേക്ക് ചെന്നു. ബോർഡിംഗ് പാസും പേരെഴുതിയ ഒരു ടാഗും ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു. ഇതിന്റെ കൂടെ ഒരു ചെറിയ കിറ്റും കിട്ടി. അതിലുണ്ടായിരുന്നത് വെളുത്ത ഒരു ടീഷർട്ടും ക്യാപ്പുമായിരുന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷിപ്പിലേക്ക് കയറി. ഇതിനു മുമ്പ് കോർഡീലിയ എന്ന ക്രൂയിസ് ഷിപ്പിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ അപേക്ഷിച്ച് തീരെ കുഞ്ഞനാണ് MV കോറൽ. ഒരു വിളിപ്പാട് അകലെ മാത്രമാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. കപ്പലിന് തൊട്ടപ്പുറത്തു കൂടി ധാരാളം ബോട്ടുകളും മറ്റും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറിയവരൊക്കെ കപ്പലിന്റെ പല ഭാഗത്തായി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാനുള്ള ഒരുക്കത്തിലാണ്. അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ജലോപരിതലത്തിന് സ്വർണ്ണ നിറം പൂശിയിട്ടുണ്ടായിരുന്നു. തുറമുഖമായതിനാൽ ധാരാളം കാർഗോ ഷിപ്പുകളും ഈ വഴിയിലൂടെ പോകുന്നത് കാണാം. ലക്ഷദ്വീപ് നിവാസികൾ നിരന്തരമായി കപ്പൽ യാത്ര ചെയ്യുന്നവരാണ്. ബോർഡിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കപ്പലിനെ അതിന് പോകേണ്ടുന്ന ദിശയിലേക്ക് തിരിച്ചു വെക്കാനുള്ള ബോട്ടാണ് ആ വരുന്നത്. ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നില്ലേ, യവൻ പുലിയാണ് കേട്ടോ എന്ന്. അതുപോലെയാണിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. അപ്പോൾ ആ ബോട്ടിൻ്റെ പവർ എത്ര ഗംഭീരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വലിയ കപ്പലിനെ ആ ചെറിയ ബോട്ട് വലിച്ചു നിൽക്കുകയാണ്. കണ്ടോ, കപ്പൽ മുഴുവനായി തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മളേതാണ്ട് യാത്ര തുടങ്ങി. 6 മണിയോടുകൂടി കപ്പൽ ഇവിടുന്ന് സ്റ്റാർട്ടായി. ഇനി ഈ ബോട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കപ്പലിനെ വലിച്ച് ഈ ചാലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ബോട്ടിൻ്റെ ഡ്യൂട്ടി. ആദ്യത്തെ ആ വലിയുടെ ശക്തിയിൽ കപ്പൽ
ഫുള്ളായിട്ട് തിരിഞ്ഞു വരുന്നുണ്ട്. ഇത് കണ്ട, അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കപ്പലിങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ കപ്പൽ തിരിഞ്ഞ് ഈ ചാലിലേക്ക് വരികയാണ് ചെയ്യുക. കപ്പലിന് റിവേഴ്സ് ഗിയർ ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ഈ സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. കപ്പലിന് ഫ്രണ്ടിലേക്ക് മാത്രമുള്ള മൂവ്മെൻ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്, റിവേഴ്സ് ഇല്ല. കണ്ടോ, കപ്പലിനെ വലിച്ച് നേരെയാക്കിയിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നുണ്ട് അവരുടെ ഡ്യൂട്ടി, അതാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനെ വലിച്ച് നേരെയാക്കുക, അത് കഴിഞ്ഞ് അവർ പോവും. അപ്പം നേരെ മുമ്പിൽ കാണുന്നത് വലിയൊരു കണ്ടെയ്നർ ഷിപ്പാണ്, MSC എന്ന കമ്പനിയുടെ. അതിൻ്റെ വലിപ്പം അസാധ്യമാണ്. ഇവിടെ ഒരു ലക്ഷറിയസ് ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട്. അതിന് പുറകിൽ നമുക്ക് വിവാന്ത, താജ് വിവാന്ത കാണാം പുറകിൽ. നമ്മളെ വലിച്ചു നീക്കിയ ബോട്ടാണ് ഈ പോകുന്നത്. കണ്ടോ, നല്ല ഹൈ സ്പീഡിലാണ് യാത്ര. വരയും പതിയും ഉണ്ടാക്കിക്കൊണ്ട് അതിവേഗം കടന്നു പോവുകയാണ് നമ്മളെ ബോട്ട്. ഒരു ചെറുവള്ളം, രണ്ടുപേരാണ് അതിലുള്ളത്. ആടി ഒലഞ്ഞുകൊണ്ട് ഈ കപ്പലിൻ്റെ യാത്രയിൽ ഉണ്ടാകുന്ന തിരമാലകളിൽ ആടി ഒലഞ്ഞുകൊണ്ടാണ് ചെറിയ ബോട്ട് പോകുന്നത്. പക്ഷെ ഇവർക്ക് ഇതൊരു നിത്യശീലമാണ്, നിത്യാഭ്യാസം. ആന എടുക്കുമെന്ന് പറഞ്ഞ പോലെ അവർക്കത് പേടിയൊന്നുമില്ല. 2 ലക്ഷറിയസ് ഹോട്ടലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ചക്രവാള സീമയിൽ ഇരുട്ട് മെല്ലെ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല കാഴ്ച. കടലും ആനയും നമുക്കൊരിക്കലും കണ്ടു നിന്നാൽ മടുക്കൂല എന്നാ പറയാം. അതുപോലെ തിരകളെയും. നമ്മളെ വാട്ടർ മെട്രോ ആണ് ഈ നമ്മളെ തൊട്ട് മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഒരുപാട് ബോട്ടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വാട്ടർ മെട്രോയുടെ. ഞാൻ ഒരു പ്രാവശ്യം ഇതിൽ സഞ്ചരിച്ചിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ കൊച്ചിയിൽ വരുന്നവർക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വാട്ടർ മെട്രോ. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് ബോയ് എന്ന് പറയും. അത് ഈ കപ്പൽ ചാലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പോണ്ട റൂട്ട് മാർക്ക് ചെയ്ത സംഭവമാണ് ഈ ബോയ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ലൈറ്റ് കത്തി തുടങ്ങി. സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് നല്ല ലൈറ്റ് തെളിഞ്ഞു തുടങ്ങും. MSC എന്ന ഭീമൻ കപ്പൽ ഇതാ നമ്മളെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചാലിലൂടെയാണ് നമ്മൾ പുറംകടലിലേക്ക് പോവുക. കൊച്ചിയുടെ തനത് കാഴ്ചകളിലൊന്ന് ചീനവല. ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.